ചക്കരനാവിലെ കാക്കച്ചി പെണ്ണിന കല്യാണം. ചക്കരനാവിലെ കാക്കച്ചി പെണ്ണിന കല്യാണം. ഓഫീസ് എവിടെയാ ടീച്ചറെ? എന്താ ഓഫീസ്? ഇതാ അവിടെ. ടീച്ചറെ വരൂ, ഇരിക്കൂ. ആരാ? ഞാൻ വീണ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എനിക്ക് തറവാട്ട് വീട്ടിലൊരു കത്ത് കിട്ടി, ഇവിടുത്തെ ശതാബ്ദിയാന്ന് പറഞ്ഞ്. ഓ സന്തോഷം. ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ദുബായിലൊരു മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുക. എന്നാ വന്നത്? ഞാൻ വന്നിട്ട് ഒരു 10 ദിവസമായി കാണും. മുത്തശ്ശി മാത്രമായിട്ട് എനിക്കൊരു കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരങ്ങ് പോയി. കുടുംബമൊക്കെ? കുടുംബം ഭർത്താവിനും കുട്ടികളൊക്കെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇല്ല, ഒറ്റയ്ക്കാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയാണ് നമ്മുടെ ശതാബ്ദി വിശേഷങ്ങള്? കേക്കട്ടെ. ഫെബ്രുവരി 28 നമ്മുടെ ആഘോഷങ്ങൾ. ഒരുക്കങ്ങളൊക്കെ ആയി. ഈ ടീച്ചേഴ്സ് റിട്ടയർഡ് ആയവരുടെ മാത്രം ഫോട്ടോ ആണോ ഇവിടെ വെക്കാറുള്ളൂ? അതെ. അവരെയൊക്കെ അറിയോ? അവരെ ആരെയെങ്കിലും? ഞാൻ ആനി ടീച്ചറെ മാത്രമേ ഓർക്കുന്നുള്ളൂ. ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കുറെ പേരെയൊന്നും കിട്ടിയിട്ടില്ല. എന്റെ ആനി ടീച്ചറെ കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ? നോക്കട്ടെ. ഇതാണ് എന്റെ കോണ്ടാക്ട് നമ്പർ. ഓ വീണ. ഓക്കെ ഓക്കെ, താങ്ക് യു. എബി, എവിടായിരുന്നോ നീ? ഓ, ആ ബിസ്ക്കറ്റ് തീർത്തു. ഇനി വിശക്കണമെന്ന് പറഞ്ഞാ ഞാൻ വാങ്ങിത്തരില്ല കേട്ടോ. എന്തു കോലവാടാ ഇത്? വീട്ടിൽ പോണ്ടേ? വീണ മോളോ, വാ. എന്തെടുക്കുക മോളവിടെ? മോള് കൊണ്ടുപോകാൻ ആരും വന്നില്ലേ? എന്തു പറ്റി? എന്തിനാ മോള് കരയണേ? എന്റെ അച്ഛന്റെ കൂടെ പോണം. എനിക്ക് അച്ഛനും അമ്മയും വേണം. അതൊന്നും സാരില്ല മോളെ. വലിയ ആളുകളാവുമ്പോ അങ്ങനെ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമല്ല കേട്ടോ. മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ. മോൾക്ക് അമ്മൂമ്മയുണ്ട്, അപ്പൂപ്പനുണ്ട്, പിന്നെ ദേ എബിയുണ്ട്, ഇല്ലടാ, കൂട്ടുകാരുണ്ട്, പിന്നെ ദേ കലോത്സവ വരുന്നേ. നമുക്ക് എന്തൊക്കെ പരിപാടികളുള്ളതാ. എന്തെല്ലാം പരിപാടിക്ക് ചേരാനുള്ളതാ. എന്റെ മോള് സങ്കടപ്പെടല്ലേ, കരയല്ലേ. ടീച്ചറുണ്ടേ. ഓക്കെ, ഞാൻ അനിയമ്മേനെ വിളിച്ചോട്ടെ? വിളിച്ചോ. മോള് തന്നെയാ എന്റെ മോള്. ഹലോ ടീച്ചറെ, ആണോ? ഓക്കെ, ശരി. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, നനവായി മിഴികളെ തഴുകാം ഞാൻ. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ, കനവാൽ മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ. ആരാ?
എവിടെന്നാ? അനിയമ്മേ, അയ്യോ, വീണമോളോ? ഇതെവിടായിരുന്നു കുട്ടി? എത്ര നാളായി ഞാൻ നിന്നെ നോക്കിയിരിക്കണു. എനിക്കറിയായിരുന്നു നീ വരുന്ന്. ഞാൻ വൈകിപ്പോയല്ലേ അനിയമ്മേ? അത് സാരില്ല, എന്നാലും എൻ്റെ മോള് വന്നൂല്ലോ. ചില കാത്തിരിപ്പുകളൊക്കെ അങ്ങനെയാണ് കുട്ടി. നമ്മളിങ്ങനെ ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കും. അവരിലെ ചിലരുടെ മുഖവും ശബ്ദവും ഒക്കെ ഇവിടെ അങ്ങ് കയറും. എന്താണെന്നറിയോ, അവര് ടീച്ചറേന്ന് വിളിച്ചാലും അമ്മയെന്നാ കേൾക്കുക. എൻ്റെ മോള് മാത്രമേ എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ എങ്ങനെ മറക്കും? ആ, എന്തൊക്കെ വിശേഷ. ഞാനൊന്ന് എഴുന്നേൽക്കട്ടെ, ചായ എടുക്കണ്ടേ? ആ അമ്മേ, ഇതാരായത്? എടാ, നിനക്ക് മനസ്സിലായില്ലേ? ആദ്യം കണ്ടപ്പോ എനിക്കും മനസ്സിലായില്ല. വീണയാടാ, നമ്മുടെ വീണ. നമ്മുടെ വീണയാണോ? ആ അനിയമ്മേ, ഇത് നമ്മുടെ എബിയാണോ? അതേടി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല, നീ പണ്ടത്തെക്കാളും ബോർനായല്ലോടാ. എടി ചുള്ളിക്കമ്പേ, എവിടെയാടി നിന്റെ വിജയേട്ടൻ? നീ തന്നെയുള്ളോ? വിജയേട്ടനോ? ആ, യേശുദാസിന്റെ മോൻ വിജയേട്ടനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് ശപഥം ചെയ്ത് പോയതല്ലേ നീ? അനിയമ്മേ, ഇവൻ ഇങ്ങനാ മോളെ, ഒരു മാറ്റവും ഇല്ല. കെട്ടിച്ചു വിട്ടാ കുറച്ച് സമാധാനാവൂന്നോർത്ത് ഞാൻ ഒറ്റയ്ക്കാവൂന്നും പറഞ്ഞ ഒരു പെണ്ണിനെയും കെട്ടിയില്ല. ഇപ്പതാ കെട്ടാന്ന് വെച്ച് പെണ്ണന്വേഷിച്ചപ്പോ അവൻ ഒന്നിനെയും പിടിക്കണമില്ല. ഈ വയസ്സാം കാലത്ത് ഇവന്റെ വിടുവായ്ത്തരം കേട്ടിരിക്കാനാ എന്റെ വിധി. ആ മതി മതി ആനിയമ്മേ, ഞാൻ ഇവളായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആ, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നമ്മുടെ സ്കൂളിന്റെ 100ാം വാർഷികമാണ്, നീ അറിഞ്ഞായിരുന്നോ? ആ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. നിന്നെ ഇത്ര നാളായിട്ട് കാണാനുണ്ടായില്ലോ. FB-യിലോ ഇൻസ്റ്റയിലോ ഒരു സ്ഥലത്തും നീ ഉണ്ടായില്ലല്ലോ. നീ എവിടെ പോയി ഒളിച്ചിരിക്കായിരുന്നു? അപ്പൊ നീ എന്നെ അന്വേഷിക്കാറുണ്ടല്ലേ? പിന്നെ അമ്മ എപ്പോഴും നിന്നെ പറ്റി പറയാറുണ്ട്. എല്ലായിടത്തും നീ പാട്ട് പാടുന്നുണ്ടോ, ഏതെങ്കിലും പ്രോഗ്രാമിലുണ്ടോ, നീ രക്ഷപ്പെട്ടോ എന്നൊക്കെ അമ്മ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഞാൻ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നീ എവിടെയായിരുന്നു? നീ വല്ല മാളത്തിൽ ഒളിച്ചിരിക്കായിരുന്നോ? എടാ, നീ ഇങ്ങ് വന്നേ. എനിക്കിങ്ങനെ കുറെ നേരം നിക്കാൻ വയ്യടാ. എന്റെ മോൾക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? ഇതെന്താടാ ഇബി നിന്റെ കയ്യില്? ഓ എടി, ഇത് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ബീഫ് ഫ്രൈയാ. നിന്റെ തീറ്റപ്രാന്ത് ഇതുവരെ മാറിയിട്ടില്ലല്ലേ? ഇതേ നീ മേടിക്കൂട്ടോ. ഓ എന്റെ കർത്താവേ, പോത്തുപോലെ വളർന്നിട്ടും രണ്ടിനും ഒരു മാറ്റവും ഇല്ലല്ലോ. ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങൾക്കിടയിൽ അനാഥമാക്കപ്പെടുന്ന കുറെ നിസ്സഹായ ബാല്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ ചേർത്തു നിർത്താൻ മനസ്സ് നിറയെ സ്നേഹമുള്ള അധ്യാപകരുണ്ടാകട്ടെ.